യുദ്ധത്തെക്കുറിച്ച് നൽകിയ പ്രസ്താവന എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ സയ്യിദ് സാദത്തുള്ള ഹുസൈനി പ്രചരിക്കുന്നത് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയുടെ ഒരു ഭാഗം മാത്രമാണ്. നിലവിലെ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ നേരിടുന്ന അസ്ഥിരത, സുരക്ഷിതത്വം എന്നിവയായിരുന്നു ചോദിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്ന് തന്നോട് ചോദിച്ചു. തീർച്ചയായും ഭരണഘടനയും നിയമവും ആ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നുവെന്നായിരുന്നു മറുപടി. ഇന്ത്യയിൽ അത് അനുവദിക്കില്ലെന്നും പറഞ്ഞു. ആ മറുപടിയാണ് വളച്ചൊടിച്ചതെന്നും അമീർ പറഞ്ഞു. One of my statements given to INS reporter is being misreported and misquoted in certain sections of media. So the question that was raised to me was about the current war. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അമീർ പറഞ്ഞതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഇപ്പോ യുദ്ധത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തോട് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ചോദിക്കുന്നത്. നോക്കൂ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്താണ്, മറ്റ് രാജ്യങ്ങളിൽ പോയാൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും എന്നായിരുന്നു മറ്റൊരു മീഡിയ കാന്തപുരം ഉസ്താദിനോട് ചോദിച്ചത്. അപ്പൊ കാന്തപുരം ഉസ്താദ് എന്താണ് അവിടെ പറഞ്ഞത്? ഞങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങളുടെ നാട്ടില്, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങളുടെ നാട്ടില് ഭരണഘടന അനുവദിച്ചു തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഇവര് പറയാണ് ഇത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ അന്ന് മീഡിയ നടത്തിയത് എന്താണ്? പല രീതിയിലുള്ള അന്ത്യ ചർച്ചകളല്ലേ നടത്തിയത്. സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് അന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, അതുപോലെ തന്നെ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞത്. കാന്തപുരം ഉസ്താദ് അന്ന് പറയുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും, ഇപ്പൊ യുദ്ധം തുടങ്ങിയത് കൊണ്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് സകല പ്രശ്നങ്ങളും ഇല്ലാതായി എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? അപ്പൊ കാന്തപുരം ഉസ്താദ് പറഞ്ഞാൽ മാത്രം ചർച്ചയാക്കുന്ന ചില ആളുകൾ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, അതുപോലെ തന്നെ സുഡാപ്പിക്കാരാവട്ടെ, അതുപോലെ തന്നെ അത്തരം ആളുകളുടെ മൂട് താങ്ങുന്ന മന്നാനി, അതുപോലെ തന്നെ വേറെ ആരൊക്കെ അനിയാര്, ഇങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാർ. അപ്പൊ ഇവരൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ വിഷയത്തോട് കൂടിയിട്ട്. കാരണം ഇവര് എന്താണ്, കാന്തപുരം ഉസ്താദിനെ എതിർക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ളത്, അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാവായിട്ടല്ല. ഇവിടെ നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചു പോയൊരു കാര്യമാണത്. ഞാൻ അന്ന് ഗൾഫിലാട്ടോ യുദ്ധം തുടങ്ങുന്ന സമയത്ത്, അതിനടുത്ത് ഇപ്പൊ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോ അന്ന് നമ്മളൊക്കെ വളരെയധികം രീതിയിൽ തന്നെയാണ് കഴിയുന്നത്. കാരണം ആ രീതിയിലാണ് നമ്മുടെ കേരളത്തിലുള്ള മീഡിയകൾ പോലും റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ നിമിഷങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രം, ഈ മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ഇല്ലാതായി പോകുമെന്ന രീതിയിലാണ് അവർ റിപ്പോർട്ടാണ് ചെയ്തിരുന്നത്. അതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ചെറിയ രീതിയിലൊക്കെ ഭയപ്പാട് ഇപ്പോഴും ഉണ്ട്. നമുക്കറിയുന്ന കാര്യങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ആ രീതിയിലാണ് കഴിയുന്നത്. ഇപ്പോഴൊക്കെ നമ്മുടെ മക്ക, മദീന അടക്കം ഉൾപ്പെടുന്ന സൗദി അറേബ്യ അടക്കം, UAE അടക്കം, അതുപോലെ തന്നെ ഖത്തർ ആവട്ടെ, അതുപോലെ തന്നെ ബഹ്റൈൻ ആവട്ടെ, കുവൈത്ത് ആവട്ടെ, ഇവിടെയൊക്കെ വളരെയധികം രീതിയിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മളൊക്കെ എന്നും സുരക്ഷിതര്. അതിനുള്ള പ്രധാന കാരണം ഇവിടുത്തെ മോഡി ഗവൺമെന്റ് ഒന്നുമല്ല, അങ്ങനെ ആരും കരുതും വേണ്ട. അതിനെക്കുറിച്ച് പുകഴ്ത്തിയതല്ലേ AP ഉസ്താദ്. AP ഉസ്താദ് എന്ന് പറഞ്ഞത് എന്താണ്, നമ്മളെ ഭരണഘടന അതിന് നമുക്ക് അവകാശം തരുന്നുണ്ട് ആ രീതിയിൽ ജീവിക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ സുരക്ഷിതരാണ് എന്നാണ് പറഞ്ഞത്. സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ അദ്ദേഹം പറയുമ്പോൾ പല ആൾക്കും ഉണ്ടാക്കില്ല. ഇപ്പോ ഈ പറഞ്ഞതിന് അത് അങ്ങനെയല്ല. അപ്പൊ മുമ്പ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് എന്തായിരുന്നു? അപ്പൊ ഇത്തരം രീതിയിൽ ചർച്ച നടത്തിയിട്ട് ഇവർ എന്തൊക്കെ പറഞ്ഞു കൂട്ടിയത് നോക്കണം നിങ്ങൾ. അപ്പോൾ ഇതാണ് മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമി മക്കളുള്ള ആളുകൾ. ഇവർക്ക് ഇവരുടേതായ ആളുകൾ പറയുമ്പോൾ അതിന് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാനും മുണ്ടാനും പോലും സ്പേസ് ഇല്ലാതായി മാറുകയാണ്. ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും, രമ്യമായിട്ട് നല്ല രീതിയിൽ പരിഹരിക്കാനേ പറ്റുള്ളൂ. അതാണ് കാന്തപുരം ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.